എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കണ്ണൂർ. കേരളത്തിലെ കടൽത്തീരം കൂടുതലുള്ള ജില്ലയും ഏത് തന്നെയാണ്? കണ്ണൂർ തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ആകെ കടൽത്തീരം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ് എങ്കിൽ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ്. ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത്? അത് വെസ്റ്റ് ബംഗാളിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജീവകം സി. ക്വസ്റ്റ്യൻ നമ്പർ 3. കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒഡീഷ. ഒഡീഷയിലെ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തായിട്ടാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെന്താണ് കൊണാർക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നമ്മളുടെ 10 രൂപയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ സൺഡേയിലാണ്. ഒരു അടിപൊളി സ്ഥലമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. ഒരിക്കലെങ്കിലും പോകാൻ പറ്റുന്നവർ പോയി കാണേണ്ട സ്ഥലമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഗവർണർ. ക്വസ്റ്റ്യൻ നമ്പർ 5. ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക ഭാഷ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മലയാളം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഏത് നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, യമുന. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? അതും യമുനയുടെ തീരത്ത് തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, തൃശ്ശൂർ. ഈ കേരള സാഹിത്യ അക്കാദമിയുടെ മറ്റൊരു പേരാണ് മലയാള സാഹിത്യ അക്കാദമി. 1956 ആഗസ്റ്റ് 15-നാണ് ഇത് രൂപീകരിച്ചത്. തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പിന്നീട് 1958 ഇതിന്റെ ആസ്ഥാനം എങ്ങോട്ട് മാറ്റി? തൃശ്ശൂരോട്ട് മാറ്റി. കേരള സാഹിത്യ അക്കാദമിയുടെ ഔദ്യോഗിക ഭാഷ മലയാളമാണ്. ഇതിന്റെ രക്ഷാധികാരി പിണറായി വിജയനാണ്. നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു സർദാർ KM പണിക്കർ. അതേപോലെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു പാല നാരായണൻ നായർ. നിലവിലെ പ്രസിഡന്റാണ് K സച്ചിദാനന്ദൻ. നിലവിലെ സെക്രട്ടറിയാണ് CP അബൂബക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ശുക്രൻ. ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കോങ്കോ. അതേപോലെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യ തലസ്ഥാനമാണ് ക്വിറ്റോ. ഇക്വഡോറിന്റെ ക്യാപിറ്റൽ ആണ് ക്വിറ്റോ. അതേപോലെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. ഭൂമധ്യരേഖയോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. അതേപോലെ തലസ്ഥാന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെന്നൈ ആണ്. അതേപോലെ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് തൂത്തുക്കുടിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. മഹാത്മാഗാന്ധി സർവകലാശാല രൂപീകൃതമായ വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1983. ക്വസ്റ്റ്യൻ നമ്പർ 11. ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 16 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിക്കിം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഒന്നാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, KC ജോർജ്. അപ്പോൾ ഒന്നാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രിയാണ് KC ജോർജ്. റവന്യൂ ആൻഡ് എക്സൈസ് മന്ത്രിയാണ് KR ഗൗരിയമ്മ. അതേപോലെ തൊഴിൽ ഗതാഗത മന്ത്രിയാണ് TV തോമസ്. മിനിസ്ട്രി ഓഫ് പബ്ലിക് വർക്കാണ് KPA മജീദ്. ധനകാര്യം കൈകാര്യം ചെയ്തിരുന്നത് C അച്യുത മേനോനും വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയും ആരോഗ്യം കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ AR മേനോനുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ദിരാഗാന്ധി. 1969 ജൂലൈ 19 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. അതിനുശേഷം 1980 ഏപ്രിൽ 15 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 15. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സ്വാമി വിവേകാനന്ദൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ചെമ്മീൻ. തകഴി ശിവശങ്കരപിള്ളയുടെ നോവലാണ് ചെമ്മീൻ എങ്കിൽ ചെമ്മീൻ ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? രാമു കാര്യാട്ടാണ്. പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയ ചിത്രമാണ് നീലക്കുയിൽ. അതേപോലെ മലയാളം ഭാഷയിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ് ബാലൻ. വിഗതകുമാരൻ, മാർത്താണ്ഡവർമ്മ എന്നിവയ്ക്ക് ശേഷം മലയാള സിനിമയിലെ മൂന്നാമത്തെ ഫീച്ചർ ഫിലിമാണ് ബാലൻ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന മറ്റു വാതകങ്ങൾ, പ്രധാനപ്പെട്ട മറ്റു വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയവയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ദീർഘചതുരാകൃതി അല്ലാത്ത ദേശീയ പതാകയുള്ള ഏക രാജ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, നേപ്പാൾ ആണ്. നേപ്പാളിന്റെ ഫ്ലാഗ് എന്ന് പറയുന്നത് ഈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാരോമീറ്റർ. ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഉയരം അളക്കുന്ന ഉപകരണമാണ് അൾട്ടിമീറ്റർ. പ്രഷർ അളക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 20. ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 2. ക്വസ്റ്റ്യൻ നമ്പർ 21. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, AK ഗോപാലൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ദേവികുളം താലൂക്ക്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. അതേപോലെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. അതേപോലെ ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ആഹാരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മാംസം. ക്വസ്റ്റ്യൻ നമ്പർ 24. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഇപ്പോൾ നിലവിൽ ഉമ്മൻചാണ്ടിയാണ്. ഏറ്റവും കൂടുതൽ കാലം നിയമസഭയിൽ MLA ആയിരുന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, നാസിക്. ക്വസ്റ്റ്യൻ നമ്പർ 26. തമിഴ്നാട് മുഖ്യമന്ത്രി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, MK സ്റ്റാലിൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. റിസർവ് ബാങ്ക് ഗവർണർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ശക്തികാന്ത ദാസ്. ക്വസ്റ്റ്യൻ നമ്പർ 28. 2018 വള്ളത്തോൾ അവാർഡ് ജേതാവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, M മുകുന്ദൻ. 2018 വള്ളത്തോൾ അവാർഡ് ജേതാവാണ് M മുകുന്ദൻ. 2019 പോൾ സക്രിയ.
അതിനുശേഷം ഇതുവരെ വള്ളത്തോൾ അവാർഡ് പ്രഖ്യാപിച്ചിട്ടില്ല. 2018 എം മുകുന്ദൻ, 2019 പോൾ സക്കറിയ. ക്വസ്റ്റ്യൻ നമ്പർ 29. 2012 ലോകകപ്പ് ഫുട്ബോൾ നടന്ന രാജ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ജപ്പാൻ. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നടന്നത് ഖത്തറിലാണ്. 2022 22ാമത് ഫിഫ ലോകകപ്പാണ് നടന്നത്. 2022 നവംബർ 20 മുതൽ ഡിസംബർ 18 വരെ ആയിരുന്നു മത്സരം നടന്നത്. അറബ് ലോകത്തും മുസ്ലിം ലോകത്തും നടക്കുന്ന ആദ്യത്തെ ലോകകപ്പായിരുന്നു 2022 22ാമത് ഫിഫ ലോകകപ്പ്. ഇതിന്റെ ചാമ്പ്യന്മാർ അർജന്റീനയായിരുന്നു. റണ്ണേഴ്സ് അപ്പ് ഫ്രാൻസ്. 3ാം സ്ഥാനം ക്രൊയേഷ്യയ്ക്കും 4ാം സ്ഥാനം മൊറോക്കോയ്ക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് കൈലിയൻ എംബാപ്പെ. മികച്ച കളിക്കാരൻ ലയണൽ മെസ്സിയും മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 30. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മേഴ്സിക്കുട്ടൻ. ക്വസ്റ്റ്യൻ നമ്പർ 31. ഇന്ത്യയുടെ ആദ്യ ലോക്പാൽ അധ്യക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പിനാക്കി ചന്ദ്രഘോഷ്. ക്വസ്റ്റ്യൻ നമ്പർ 32. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സുനിൽ അറോറ. ക്വസ്റ്റ്യൻ നമ്പർ 33. 2018 മികച്ച സംസ്ഥാന ചലച്ചിത്ര നടി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നിമിഷ സജയൻ. ഇപ്പോൾ 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നടന്നു. മികച്ച നടൻ മമ്മൂട്ടി. മികച്ച നടൻ മമ്മൂട്ടി ചിത്രം നൻപകൽ നേരത്ത് മയക്കം. മികച്ച നടി വിൻസി അലോഷ്യസ് ചിത്രം രേഖ. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ ചിത്രം അറിയിപ്പ്. മികച്ച ജനപ്രിയ ചിത്രം എന്നാ താൻ കേസുകൊട്. ക്വസ്റ്റ്യൻ നമ്പർ 34. കേന്ദ്ര ധനകാര്യ മന്ത്രി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നിർമ്മല സീതാറാം. ക്വസ്റ്റ്യൻ നമ്പർ 35. ഇന്ത്യയിലെ 14ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈ വി റെഡ്ഡി. 14ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് വൈ വി റെഡ്ഡി. ഇപ്പോൾ നിലവിൽ 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എൻ കെ സിംഗ്. 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 36. സമത്വ സമാജം രൂപീകരിച്ചത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠ സ്വാമികൾ. എന്നാണ് രൂപീകരിച്ചത്? 1836 സമത്വ സമാജം രൂപീകരിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 37. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്? 1936. ക്വസ്റ്റ്യൻ നമ്പർ 38. കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1911. 1911 തിരുവനന്തപുരത്ത് നിന്നാണ് കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയത്. ഇതിന്റെ പത്രാധിപനായിരുന്നു മൂലൂർ എസ് പത്മനാഭ പണിക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 39. ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പന്മന. കണ്ണമ്മൂല എന്താണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലമാണ് കണ്ണമ്മൂല. ക്വസ്റ്റ്യൻ നമ്പർ 40. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 4. ക്വസ്റ്റ്യൻ നമ്പർ 41. UAE പരമോന്നത ബഹുമതിയായ സായിദ് മെഡലിന് അർഹനാകുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നരേന്ദ്രമോദി. ക്വസ്റ്റ്യൻ നമ്പർ 42. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കെ കേളപ്പൻ. ക്വസ്റ്റ്യൻ നമ്പർ 43. സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സമാഗമത്തിന് വഴിയൊരുക്കിയത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ പൽപോ. ക്വസ്റ്റ്യൻ നമ്പർ 44. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഐ സി ചാക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 45.
പ്രത്യക്ഷ രക്ഷാസഭയുടെ ആസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഇരവിപേരൂർ. ക്വസ്റ്റ്യൻ നമ്പർ 46. 1888 നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം ക്ഷേത്രം എന്നാണ് ചോദിച്ചാൽ അത് 1887 1888 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? മലയാള മനോരമ 1888 പുറത്തിറങ്ങിയത്. കോട്ടയത്ത് നിന്നാണ്. ഇതിന്റെ സ്ഥാപകൻ ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അതേപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857 മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ അതായത് ഒന്നാം ഈഴവ മെമ്മോറിയൽ 1896 രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 ക്വസ്റ്റ്യൻ നമ്പർ 47. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ജി ശങ്കരക്കുറുപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 48. സ്റ്റെന്റ് ചികിത്സ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഹൃദയം. അതായത് ആൻജിയോപ്ലാസ്റ്റി സർജറിയുമായൊക്കെ ബന്ധപ്പെട്ടതാണ് സ്റ്റെന്റ് ചികിത്സ. ക്വസ്റ്റ്യൻ നമ്പർ 49. GPS വികസിപ്പിച്ചെടുത്ത രാജ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, അമേരിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 50. അയിത്താചാരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ഏതായിരുന്നു ഈ സമരം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1924. താങ്ക് യു.